ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്റ്റഡി വ്ലോഗ് ആയിട്ടാണ്. എൻ്റെ +1 ഫസ്റ്റ് സ്റ്റഡി വ്ലോഗാണ്. സ്റ്റഡി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഞാൻ എജുപോർട്ടിൻ്റെ പ്രീമിയം ബാച്ചിലുള്ള സ്റ്റുഡൻ്റ് ആണ്. ഞാനത് നേരത്തെ തന്നെ ജോയിൻ ചെയ്തത്. അപ്പോൾ അതിൽ ഏപ്രിൽ മുതൽ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞാൻ കണ്ടൊക്കെ പോയിരുന്നു, പക്ഷേ ശരിക്കും ഞാൻ പഠിച്ചിട്ട് തുടങ്ങിയിട്ടില്ല. ഇന്നാണ് ഞാനത് ശരിക്കും പഠിക്കാൻ തുടങ്ങുന്നത്. ഇന്ന് ഞാൻ പഠിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തത് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് ആണ് എന്ന ചാപ്റ്ററാണ്. ഞാൻ ഇത് ക്ലാസ് കണ്ടുപിട്ടുള്ളൂ, നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല, നന്നായിട്ട് പഠിച്ചിട്ടില്ല. പിന്നെ മുന്നേ ക്ലാസ് തുടങ്ങി മാർക്ക് പോയി. അപ്പോൾ ഇന്ന് ഞാൻ ശേഷം ഒത്തിരി പഠിക്കാണ്. ആൻഡ് ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിൻ്റെ ക്ലാസ് ഒക്കെ ഇരുന്ന് കണ്ടു. അതിൻ്റെ ഒപ്പം തന്നെ ക്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ഞാൻ കൂടെ അറ്റൻഡ് ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ നോട്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ നോട്ട് ചെയ്ത് അങ്ങനെ നോട്ട്സ് എഴുതി അത് ഇങ്ങനെ വായിച്ചൊക്കെ പഠിക്കാറ് അങ്ങനെ പഠിച്ചു, മനസ്സിലാക്കി പഠിക്കാൻ അങ്ങനെ പഠിച്ചു. ക്വസ്റ്റൻസ് ചെയ്ത് നോക്കി അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫസ്റ്റാണ് പഠിച്ചത്. പിന്നെ ഞാനിത് പഠിച്ചത് ഒരിക്കലും ഒറ്റയ്ക്കൊന്നും പഠിച്ചത്. 7 മുതൽ രാത്രി 7 വരെ ആയിരുന്നതാണ് ഇപ്പോൾ ഈ വ്ലോഗ്. അത് കഴിഞ്ഞിട്ട് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പഠിച്ചില്ല. എനിക്ക് അത്രയും നല്ല രീതിയിൽ ടയർഡായി. കണ്ടിന്യൂസ് ഒന്നും പഠിച്ചില്ല. പകരം ആദ്യം 7 മുതൽ 9 മണിയായിരുന്നു. പിന്നെ അതിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് നേരം ഞാൻ വേറെ കുറച്ച് പണി ഇരുന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തൊക്കെ പോയത്. അതിന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് തിരികെ വന്നിട്ട് അടുത്ത പഠിക്കാൻ വേണ്ടിയിട്ട് സെഷൻ ഇരുന്നത്. അങ്ങനെ ഇരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഫുൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിൽ കൂടുതൽ മാത്രമേ പറയാനായിട്ട് കഴിയുള്ളൂ. ഇനി എനിക്കൊരു ടോപ്പിക് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബോഡി വൈക്യൂ, പിന്നെ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ എന്താണ് ചെയ്യാനായിട്ടുണ്ട്. അത് ഞാൻ ടോപ്പിക്. അപ്പോൾ നാളെ കൊണ്ടാണ് മിക്കവാറും പഠിച്ച് കഴിയുള്ളൂ. അതുപോലെ തന്നെ നോട്ട് പ്രിപ്പയർ കഴിയുള്ളൂ. ഞാൻ നോട്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് ഇരുന്നത്. സാറിനായി പഠിച്ച അതുപോലെ ഞാൻ കോപ്പി ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ ടൈം നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ലൈക്ക് നോട്ട് എഴുതുന്നത് പഠിക്കുന്നത് ക്ലാസ്സുകളെല്ലാം കൂടെ നല്ല ടൈം എടുത്താണ്. അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീർത്തേ. അപ്പം എന്താണ് നോട്ട് എടുത്താൽ എഴുതി പിന്നെ ക്ലാസ് കണ്ട് അങ്ങനെ ഓരോ സ്റ്റെപ്സ് ആയിട്ട് പഠിച്ചിട്ടാണ്. ഇതൊരിക്കലും പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നില്ല. ഞാൻ കുറേ ഞാൻ പറഞ്ഞല്ലോ, 10ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പോഴാണ് നോട്ടൊക്കെ ഫസ്റ്റ് എഴുതാൻ പോകുന്നത്. ഇപ്പോഴാണ് ഞാൻ നോട്ട് എഴുതാൻ പോയിരുന്നത്. മാത്രമല്ല അതുകൊണ്ട് ആ എഴുതുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് സ്പീഡിലൊന്നും എഴുതാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കിട്ടാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലൈക്ക് അങ്ങനെ കാര്യമായിട്ട് നാളെ പഠിക്കണേ 10ാം SSLCക്ക് പഠിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് എത്രയും നാളായിട്ടോ. അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എൻ്റെ റിയൽ ആയിട്ടുള്ള ഞാൻ ഫേക്ക് ആയിട്ടുള്ള റിയലായിട്ട് തന്നെ പറയുകയാണ്. ഞാൻ മര്യാദക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഉദ്ദേശിച്ചത് ഞാൻ ഫുൾ ചാപ്റ്റർ തീർക്കാമെന്ന്. പക്ഷേ പറ്റിയില്ല. എനിക്ക് അത്രയും കോൺസെൻട്രേഷൻ കിട്ടില്ല. ലൈക്ക് ടൈം ഒന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല. എന്നാലും നാളെ കൊണ്ട് ഞാൻ എന്തായാലും ചാപ്റ്റർ ഇന്നൊരു സ്റ്റാർട്ടിങ് കിട്ടിയല്ലോ. അപ്പോൾ നാളെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതിന് ഞങ്ങൾക്ക് ഇപ്പോൾ ഏതാണ്ട് 3rd ചാപ്റ്റർ ഒക്കെ മാത്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 2 മാസം കൊണ്ട് എല്ലാ വിഷയത്തിലും 2 ചാപ്റ്റർ ഒക്കെ കുറച്ചായിട്ട് ഒരു ദിവസം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് അത്രയൊക്കെ ആയിട്ടുണ്ട്. ഏപ്രിലാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടു പോകുന്നുണ്ട്. ബട്ട് നമ്മൾ വൃത്തിക്ക് പഠിച്ചില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അങ്ങനെ വൃത്തിക്ക് പഠിക്കാനാണ് ചൂസ് ചെയ്തത്. അങ്ങനെ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് വരെയാണ് ഞാൻ പഠിച്ചത്. ക്ലാസ് 1 നോട്ട് പ്രിപ്പയർ ചെയ്തത്. അതിനിടയ്ക്ക് ഞാൻ സ്റ്റിക്കി നോട്ട്സിൽ കുറച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, കുഞ്ഞു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ലോങ് നോട്ടിൻ്റെ കൂടെ തന്നെ, ഡീറ്റെയിൽഡ് നോട്ടിൻ്റെ കൂടെ തന്നെ. അങ്ങനെയൊക്കെ ഒന്ന് പഠിച്ച് ഇന്നത്തെ ഒരു എന്താ പറയുക ചാപ്റ്റർ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതുവരെ ഉള്ളത്. ഇനിയിപ്പോൾ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്ത് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ D2 അതിൻ്റെ ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റഡി വ്ലോഗാണ്. ആൻഡ് ഇനി ഞാൻ വരുന്ന വീഡിയോ ഒക്കെ ആയിട്ട്. സോ +1 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. +1 ബ്ലൂ ഹാർട്ട് ഇട്ട്. ആൻഡ് അതല്ലാത്തവർ റെഡ് ഹാർട്ട് ഇട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോസിന് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പം ബൈ.